അങ്ങനെ നമ്മൾ വീണ്ടും കൊച്ചിയിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഒരു ചെറിയ ഒരു കറക്കത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ പള്ളിമുക്ക് ജംഗ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി ബസ് കയറി മട്ടാഞ്ചേരി പോകാനുണ്ടോ ഫസ്റ്റ് പ്ലാൻ. മട്ടാഞ്ചേരി പോയിട്ട് ജ്യൂസ് ട്രീയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഞാൻ അവിടെ നിന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു കൊച്ചി എക്സ്പ്ലോറിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൊച്ചി കറങ്ങി കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് നേരെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോകാം കേട്ടോ. ബസ് സ്റ്റോപ്പിന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മട്ടാഞ്ചേരിക്ക് കയറേണ്ട ബസ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ചെറുതായിട്ടൊരു കാപ്പി കുടിച്ചായിരുന്നു. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നായിട്ട് ഇൻട്രോ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ഇപ്പോൾ ഞാൻ പള്ളിമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ഇതാണ് പള്ളിമുക്ക് ജംഗ്ഷൻ കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിലേക്ക് കടന്ന് അവിടെ നിന്നാണ് നമ്മുടെ ബസ്. ഞാനിപ്പോൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു 15-20 മിനിറ്റ് കൂടുന്നതോടെ നമുക്ക് ഇവിടെ നിന്ന് ബസ് ഉണ്ടെന്നാണ് കേട്ടത് മട്ടാഞ്ചേരിക്ക്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഒരു 45 മിനിറ്റ് എടുക്കും കേട്ടോ മട്ടാഞ്ചേരി എത്താനായിട്ട്. 45-1 മണിക്കൂറിനുള്ളിൽ എടുക്കും. ബ്ലോക്കൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ബസ്സിനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ബസ് കയറി മട്ടാഞ്ചേരി പോകണം. അപ്പോൾ ആ ബസ്സിൻ്റെ നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാം. ബ്ലോക്കൊന്നും ഇല്ലാണ്ടെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യം ഡിലേ ഇല്ലാണ്ട് എത്തും കേട്ടോ അവിടെ. നമുക്കൊരു 10 മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ ബസ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. നമുക്ക് 18 രൂപയാട്ടോ ചാർജ് ആയത്. എന്താ പറയുക, പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് മട്ടാഞ്ചേരി വരെ. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് പോലെ തന്നെ നേവൽ ബേസും കഴിഞ്ഞ് നമ്മുടെ അടിപൊളി പാലം കിടക്കുക കേട്ടോ. അപ്പോൾ പാലം കിടക്കുന്ന സമയത്ത് തന്നെ ഇന്നെന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കപ്പലുകൾ സ്പോട്ട് ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കണ്ട് ആ പാലത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മളിങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ഒരു 45-50 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ ബസ്സിലെ തിരക്കുള്ളതുകൊണ്ടാണ് എനിക്ക് മൊത്തം ഒരു രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ രണ്ടാമത് വിൻഡോ സൈഡും കിട്ടിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഒഴിച്ച് നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അത് ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഒരു 12:15 നമ്മൾ പള്ളിമുക്കിൽ നിന്ന് എടുത്തു കേട്ടോ. പള്ളിമുക്കിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു 45 മിനിറ്റ് കൊണ്ട് 45 കേട്ടോ, ഒരു 40 മിനിറ്റ് കൊണ്ട് നമ്മൾ നേരെ ഇപ്പോൾ മട്ടാഞ്ചേരി ഒന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മട്ടാഞ്ചേരി നമ്മൾ അകത്തേക്ക് നടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ബസ് വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് ഇറങ്ങി കുറച്ച് അകത്തേക്ക് നടക്കാണ്ട് കേട്ടോ. ഒരു ജ്യൂസ് സ്ട്രീറ്റിൻ്റെ അവിടേക്ക് ഒരു എങ്ങനെ ഒരു 500 മീറ്ററിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ നമ്മളിത് പതുക്കെ നടന്നു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴികളൊക്കെ ഈ സൈഡിൽ മറ്റേ കടകളാട്ടോ, ഈ ഫാൻസി സംഭവങ്ങൾ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കാണാം നമുക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് പോവാം. അങ്ങനെ നമ്മളിത് ജ്യൂസ് സ്ട്രീറ്റിലേക്ക് കടക്കാം കേട്ടോ. മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റ്. ഇത് മെയിനായിട്ട് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്തത് ഹാൻഡിക്രാഫ്റ്റ്സ് ആട്ടോ. ആ 16th സെഞ്ച്വറിയിലൊക്കെ ഇവിടെ വന്ന് മറ്റേ ജൂവിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സെറ്റിൽ ആയതിനു ശേഷം ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹാൻഡിക്രാഫ്റ്റ്സ് ആണ്. എന്താ പറയുക, കൊച്ചിയുടെ ഒരു മെയിൻ ഭാഗം തന്നെയാണ് ഈ ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്, മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാനുണ്ട് ഒരു ബോർഡ് കാണാനില്ലേ, ജൂ ടൗണിൽ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കിടക്കാം കേട്ടോ. നിങ്ങൾക്ക് സൈഡിൽ എവിടെ നോക്കിയാലും ഈ ഹാൻഡിക്രാഫ്റ്റ്സ് വെച്ചിരിക്കുന്ന കട തന്നെ കേട്ടോ കാണാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഹാൻഡ്ലൂമിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറാൻ പോകണേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഇഷ്ടംപോലെ കടകളാട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ടെമ്പററി ആയിട്ടും അതേപോലെ തന്നെ പെർഫ്യൂം ഊതിൻ്റെ കടകളൊക്കെ ആയിട്ടും കുറേ കടകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിതേ ചെന്ന് കയറാണ് ജ്യൂസ് സ്ട്രീറ്റിൻ്റെ അകത്തോട്ട്. ഞാൻ കഴിഞ്ഞ വട്ടം ജ്യൂസ് സ്ട്രീറ്റ് വന്നപ്പോൾ ഈ ഹോട്ടലിൽ കയറിയിരുന്നു കേട്ടോ, കമ്പത്ത് എന്ന് പറഞ്ഞ ഹോട്ടൽ. അത്യാവശ്യം നല്ല ഹോട്ടലാട്ടോ. നമുക്ക് റിഫ്രഷ്മെൻറ്റ് ബ്രേക്ക് എടുക്കണ പോലെ തന്നെ ചെറുതായിട്ടൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് അത് കഴിഞ്ഞ് കവർ ചെയ്ത് ജ്യൂസ് സ്ട്രീറ്റ് കയറാണ്. ഇനി നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്താ പറയുക, ഒരു വിൻറ്റേജ് ലുക്കാണ് മൊത്തത്തിൽ, ഒരു ക്ലാസിക് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിത് അതിൻ്റെ അകത്തേക്ക് കയറാണ്. ഇപ്പോൾ ഈ മൊത്തം സൈഡിൽ കാണുന്ന കടകളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ കടകളിലും ഓരോ ആൻറ്റീക് സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ അവർ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ കടകളായാലും എന്തായാലും ഒട്ടും തന്നെ എന്താ പറയുക, ഭംഗിക്കൊരു കുറവില്ലാന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. പള്ളി വരുന്നത് അപ്പുറത്തെ സൈഡിലാട്ടോ. നമ്മളിപ്പോൾ നേരെ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു റൈറ്റ് എടുക്കുമ്പോഴാട്ടോ പള്ളി വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഈ കടകളുടെ ഭംഗിയാണ് കണ്ടുപോകുന്നത്. ഈ ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു 16th സെഞ്ച്വറിയിൽ പരദീസി സിനോം എന്ന് പറഞ്ഞൊരു ടൈപ്പ് ആൾക്കാർ വന്ന് സെറ്റിൽ ആയതാട്ടോ. അപ്പോൾ അവർ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന കച്ചവടമാണ് എന്താ പറയുക, ആൻറ്റീക്സും അതേപോലെ തന്നെ ക്രാഫ്റ്റ്സ് വർക്കൊക്കെ മെയിനായിട്ട് അവർ നോക്കിയിരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ മൊത്തം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കടകളൊക്കെ അത് തന്നെയാണ് കേട്ടോ. ആൻറ്റീക്സ് ആയാലും ക്രാഫ്റ്റ്സ് ആയാലും അങ്ങനത്തെ കടകളൊക്കെ മൊത്തം നിങ്ങൾക്ക് ഈ ജ്യൂസ് സ്ട്രീറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ നടന്നു വന്നിടത്തോളം നമ്മൾ കണ്ടേക്കുന്നത് മൊത്തം അങ്ങനത്തെ കടകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കടകളുടെ സൈഡൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓൾഡ് ജ്യൂസ് സ്ട്രീറ്റിൽ വന്നിട്ട് നമ്മളിപ്പോൾ റൈറ്റ് എടുത്തിട്ട് പള്ളിയുടെ സൈഡിലേക്ക് പോകട്ടോ, പരദേശി സിനോഗിൻ്റെ സൈഡിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കായാലും ഇതേ കടകൾ തന്നെ കേട്ടോ. എന്തിനാവും നമുക്ക് അടിപൊളിയായ പള്ളി കാണാൻ പറ്റുക.
അപ്പോൾ ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഞാൻ മുന്നേ വന്നിരുന്ന സമയത്ത് 5 മണിക്ക് അവിടെ ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ അവിടെ ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പോയിട്ട് കാണാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ഇങ്ങനെ പതുക്കെ ഓരോന്നായിട്ട് കയറി നോക്കുകയാണ്. ഇപ്പം ഞാൻ നേരെ റൈറ്റ് തിരിഞ്ഞാൽ പള്ളിയുടെ സൈഡിലോട്ട് പോകണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാഫ്റ്റ്സിൻ്റെ കട മാത്രമല്ല കേട്ടോ, പെർഫ്യൂമിൻ്റെയും അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കുറേ കടകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലീഫ് ഇറ്റോസ് ഇല്ലേ, അതൊരു സെൻറ്റർ ആട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പള്ളിയിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ റൈറ്റ് എടുത്ത് ഞാൻ ആ സിനോഗിൻ്റെ അവിടേക്ക് പോകാം കേട്ടോ, പർദേശി സിനോഗിൻ്റെ അവിടേക്ക് പോവാണ്. അതിൽ എൻ്റെ എത്തുമ്പോഴാട്ടോ നമുക്ക് പള്ളി വരിക. എൻ്റെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാവും പള്ളി കാണാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും കേട്ടോ. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കടകളൊക്കെ ഒന്ന് കയറി കാണാമെന്ന് വെച്ചുള്ള ഒരു ഇതിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ഥലത്ത് കാണുന്നുണ്ടോ, ഫുള്ള് ക്രാഫ്റ്റ് വർക്ക് കേട്ടോ, കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുൾ ചിലകളാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. ഫുള്ള് ഹാൻഡ് മെയ്ഡാണ്. അപ്പം ഇങ്ങനത്തെ ഓരോ വർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമുക്ക് മേടിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ സെൻറ്ററിൽ തന്നെ അത്യാവശ്യം കടകളുണ്ട് കേട്ടോ. നമ്മൾ പോണ വഴിക്കാൻ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ കുറച്ചുകൂടെ സംഭവങ്ങൾ കവർ ചെയ്ത് കാണിച്ചില്ല കേട്ടോ. അവിടുത്തെ കടകൾ നല്ലോണം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ സിനോഗിലേക്ക് നടക്കാം. അങ്ങനെ നമ്മൾ ജൂസ് സ്ട്രീറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള സിനോഗിൻ്റെ അകത്തേക്കിലേക്ക് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അറ്റം ചെന്ന് കഴിഞ്ഞാൽ പള്ളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ കടകളിലെ ഒരു അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ സിനോഗിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ആ പള്ളിയിൻ്റെ അകത്തേക്ക് കയറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിനി നിങ്ങൾ അടുത്ത കാണാൻ പോകുന്ന കാഴ്ച ആ സ്ട്രീറ്റിൻ്റെ കാഴ്ച കേട്ടോ. ഒരു 100 മീറ്റർ 100 to 200 മീറ്ററിനുള്ളിൽ അടിപൊളി ഒരു സ്ട്രീറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് ജൂസ് സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ സിനോഗിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടാൽ എല്ലാ സൈഡിലും ആർട്ട് വർക്ക് തന്നെയാണ് കേട്ടോ മൊത്തത്തിലുള്ളത്. തുണിക്കടകളായാലും ആർട്ട് കടകളായാലും ഇതേപോലെ ഓരോ സൊവിനിയറൊക്കെ വെച്ചിട്ടുണ്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സൊവിനിയറൊക്കെ നോക്കിയെടുക്കാം. അതുപോലെ തന്നെ കടകളാട്ടോ ഫുള്ളായിട്ട് ക്രാഫ്റ്റ് പാലസ് അങ്ങനത്തെ കുറേ കടകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകും തോറും ഈ കടകൾ തന്നെയാണുള്ളത്. പിന്നെ അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, പൊളിച്ച് പണിയണ പോലത്തെ വർക്ക്സ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ വന്ന സമയത്ത് ഈ സൈഡിലും കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാരിപ്പോൾ മെയിനായിട്ട് പോകുന്ന സിനോഗ് കാണാനാണ്. അപ്പോൾ നമ്മളും അതിന് കയറ്റുന്നുള്ള പ്രതീക്ഷയിലായിട്ട് പോകുന്നത്. പക്ഷേ ഫോണൊക്കെ അലോഡാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കതൊക്കെ അവിടെ പോയിട്ട് എങ്ങനെയാണുള്ളത് കാണാം. ഫ്രണ്ടിലെ എൻട്രൻസ് നമ്മൾ എങ്ങനെ കയറിയോ അതേപോലെ തന്നെയാട്ടോ ഇവിടെയുള്ളത്. അപ്പോൾ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വിളക്ക് പോലെ തൂക്കിയിട്ടില്ലേ, ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അവരുടെ ഒരു സിമ്പലാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂത സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ അതാണ് ജൂ ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതേപ്പോൾ അതിൻ്റെ അകത്തേക്ക് പതുക്കെ തന്നെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റത്താണ് നമുക്ക് മൊത്തം കാഴ്ചകളുള്ളത്. നമ്മൾ ഈ കയറി വന്നിടയിലും ചെറിയൊരു കഫേ പോലെ ഉണ്ട് കേട്ടോ. പെപ്പർ കാലി മിർച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയൊരു കഫേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ ഉപകാരപ്പെടും കേട്ടോ. ഒരു അടിപൊളി കഫേ, ഉള്ളിലും അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഹാൻഡ് എംബ്രോയിഡറി, ലേസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു ആർട്ട് വർക്കുകളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടതിൻ്റെ മുന്നിലോട്ട് പോവാണ്. അതേപോലെ ഓറിയൻ്റൽ ആൻറ്റീക്ക് റൈറ്റ് ടാപ്പിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കടകളുണ്ട്. ഇതിലൊക്കെ ഫുൾ ആൻറ്റീക്ക് വർക്ക്സുകളും ഇവരുടെ ആർട്ട് വർക്ക്സുകളും പിന്നെ എന്താ പറയുക ക്ലോത്തിങ് ഒക്കെ ആട്ടോ. ഇവരുടെ സ്റ്റൈലൊരു ക്ലോത്തിങ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് അതിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുണ്ട്. അപ്പോൾ നമ്മളിത് ഞാൻ ഈ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞില്ല, അത് ഇവിടെ വെച്ചിട്ടാട്ടോ, ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നമ്മളിത് മുന്നിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്പോട്ട് വരാറായിട്ടുണ്ട്. പള്ളിയുടെ അടുത്തേക്കായിട്ട് എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഈ വർക്ക്സും ഈ സ്ട്രീറ്റ് ഫുള്ളൊരു അട്രാക്റ്റീവ് ആട്ടോ. ഇവിടെ നിങ്ങൾക്കൊരു വ്യൂ കാണാൻ പറ്റും. ആൾക്കാർ നടന്നു വന്ന വ്യൂ തന്നെ അടിപൊളിയാട്ടോ. ഈ വ്യൂ കണ്ടു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് മൊത്തം ഈ തുണി കടകളാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആൻറ്റിക്സിൻ്റെ കടകളും ക്രാഫ്റ്റ്സിൻ്റെ കടകളും ഉണ്ട് കേട്ടോ. നമുക്ക് മൊത്തം കാണാൻ പറ്റും. ഈ ഒരു സ്ട്രീറ്റ് തന്നെ അടിപൊളിയാണ്. പഴയ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, കൊച്ചിൻ ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ആർട്ട് കഫേസ് ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം ഈ ഒരു വർക്ക്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഒരു രക്ഷയില്ലാട്ടോ കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. ഇതും ഇതുപോലത്തെ ഒരു ആർട്ട് കഫേ തന്നെയാണ്. ഇതും ഇവരൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ആർട്ട് പാലസിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടന്നു പോകാം കേട്ടോ. അപ്പോൾ വെഹിക്കിൾസിന് എൻട്രി ഇല്ലെന്നാണ് പറയണത്. ഇന്ന് ഇല്ല കേട്ടോ, ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ നമുക്കിന്ന് കയറാൻ പറ്റില്ല പള്ളിയിലകത്ത്. ജൂയിഷൊന്നും ഇല്ല. നമ്മളിത് അതിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. അന്ന് ഞാൻ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു ടിക്കറ്റ് കൗണ്ടർ. ഈ കാണുന്ന ഡോറ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് കയറിപ്പോയി. അപ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ ആ ഒരു ചെയറിലൊക്കെ ആയിരുന്നു ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ.
നമ്മൾ മെയിനായിട്ട് ഇത് എൻ്റെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്താട്ടോ പള്ളിയുള്ളത്. അപ്പോൾ നമുക്ക് പള്ളി അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മളൊരു ആർട്ട് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പോകാം കേട്ടോ. എത്നിക് പാസേജ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയിരുന്നത് കണ്ടിട്ട്. അപ്പോൾ നമ്മളിത് കയറാം കേട്ടോ. രക്ഷയില്ലാത്തൊരു സംഭവമാണിത്. അപ്പോൾ നമ്മളിത് മൊത്തം ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ സാറ് പിടിച്ച് നിൽക്കണ ഇതൊക്കെ ഈ സാറ് വരച്ചതാട്ടോ. ഫുള്ളി സാറ് വരച്ചതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെയാണ് ആൾ ചെയ്ത വർക്കിങ്സ്. ഈ ഡ്രോയിങ്സ് ഒക്കെ ആട്ടോ ആൾ ചെയ്തിരിക്കുന്നത്. രക്ഷയില്ലാത്ത ഡ്രോയിങ്സാണ്. ആളെന്നോട് പറഞ്ഞു ആൾ സംസാരിക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ വർക്ക്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി കയറിയത് കേട്ടോ. പെർമിഷൻ ചോദിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജൂ സ്ട്രീറ്റിൽ വരാണെങ്കിൽ ഡ്രോയിങ്സ് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അത് നല്ലൊരു വർക്കാണ്. അത് നമ്മളതിനൊക്കെ പ്രൊമോട്ട് ചെയ്യണത് അടിപൊളിയല്ല. അപ്പോൾ ഇനി നല്ല നല്ല ഇങ്ങനത്തെ ഡ്രോയിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, ഒരു അടിപൊളി കേട്ടോ. രക്ഷയില്ലെന്ന് വെച്ചാൽ രക്ഷയില്ല. ഈ വർക്ക്സൊക്കെ നിങ്ങൾക്കിത് ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടറിയാൻ പറ്റും എത്രത്തോളം അടിപൊളിയാന്നുള്ളത്. ഇത് ഫുള്ളൊരു രക്ഷയില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിലേക്ക് പോകട്ടോ. ഇതാണ് അവിടെ നിന്ന് മൊത്തം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം ഇവിടെ കയറിയത്. ഇനി നമുക്ക് ഇവിടുത്തെ ബുക്സുകൾ നോക്കാം കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ്സ് ആയാലും എന്തായാലും ഈ ക്രാഫ്റ്റ്സ് വർക്കൊക്കെ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനുള്ളിൽ ഒരു മ്യൂസിയം പോലെ തന്നെ കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഓരോയിടത്തും ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കിന് തന്നെ ഒരു എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു സംഭവം കേട്ടോ. ഒരു ഇതും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു സെക്ഷൻ തന്നെ കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് കയറിയില്ല. അപ്പോൾ ഇവിടെയും ആ സാധനം വരച്ച് വെച്ചിരിക്കുന്ന ഫുൾ ഫോട്ടോസായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതൊന്നും ഒരു രക്ഷയില്ലാത്ത പരിപാടികളാണ്. നമ്മളെ കൊണ്ടത് ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയല്ല കേട്ടോ, വരയ്ക്കുന്നവരുണ്ടാവും. പക്ഷേ വരയ്ക്കുന്നവർ അത്രയും നല്ലൊരു ടാലൻ്റ് ആട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മളെന്താ പറയുക, പബ്ലിഷ് ചെയ്യുക, ഇങ്ങനെ ഇതുമാതിരി ഇങ്ങനെ ചെയ്യാൻ വെക്കണതൊക്കെ വലിയ കഴിവാണ്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് എൻ്റെ കിളി പോയിട്ടോ കയറി. അപ്പോൾ എൻ്റെ അടുത്ത സാർ അടിപൊളിയായിട്ട് തന്നെ വീഡിയോ എടുത്തോളം പറഞ്ഞു. ആളൊന്നും സംസാരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞോളം സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു മ്യൂസിയത്തിനുള്ളിൽ കയറി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ആൾ സമ്മതിച്ചു കേട്ടോ. ഈ അറേഞ്ച്മെൻറ്റ്സ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ആൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ആ കഫേൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടു. ആ കഫേൻ്റെ ഉള്ളിൽ ആ സാറ് ഭയങ്കര എന്താ പറയുക, കയറിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആൾ പറഞ്ഞു ഓക്കെ എടുത്തോളൂ കുഴപ്പമില്ല, പക്ഷെ ഞാനൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടോ. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും കഫേ ആയിട്ടോ. ആ കഫേ പിന്നെ ആ ലൈബ്രറി സൈഡിലേക്കൊന്നും അവിടെ ഷൂട്ടിംഗ് ഒന്നും അലോ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ആർട്ട് ഗാലറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി നിർത്തിയിട്ടോ. മെയിനായിട്ട് ചേർച്ചിലേക്ക് കയറാൻ പറ്റില്ല. ചേർച്ച് ഫ്രൈഡേ ഉച്ച മുതൽ എന്താ പറയുക സാറ്റർഡേ ഈവനിങ് വരെ ക്ലോസ് ആയിട്ടോ. പിന്നെ സൺഡേ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ കഫേയിലൊന്ന് കയറി ആർട്ട് ഗാലറിയും കയറിയിട്ട് നമ്മൾ തിരിച്ച് നടക്കാം കേട്ടോ ഫ്രണ്ടിലോട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ പോകുന്ന വഴിക്കുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പള്ളി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രൈഡേ ഉച്ചയ്ക്ക് ശേഷം ക്ലോസ് ചെയ്താൽ പിന്നെ സാറ്റർഡേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സൺഡേ ആണ് ഓപ്പൺ ആകുക. കാരണം ഇതൊരു ജൂതന്മാരുടെ മോസ്ക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ. സാബത്ത് എന്നാണ് അതിൻ്റെ പേര്. ഇവരുടെ ഒരു ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതിൻ്റെ സാബത്ത് എന്നാണ് പറയുക. സോ ലിറ്ററലി ഈ പള്ളിയിൽ ഫ്രൈഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രൈഡേ ഉച്ചയോടെ ഈ പള്ളി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളായ ജൂതന്മാർ കുറച്ച് പേര് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അവരെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകട്ടോ ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറയാൻ പറ്റിയത്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ഫ്രൈഡേ ഉച്ച തിരിഞ്ഞ് വന്നിട്ട് സാറ്റർഡേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്ക് കാണാൻ പറ്റില്ല കേട്ടോ. സൺഡേ വരിക, അല്ലെങ്കിൽ സൺഡേന് മുന്നേറ്റുള്ള ഏത് ദിവസമാണെങ്കിലും നിങ്ങൾ വന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പള്ളിയുടെ അകത്ത് കയറിയൊക്കെ കണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടിറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു വലിയ വീട് പോലത്തെ ഒരു ബിൽഡിംഗ് കാണാല്ലേ, ആ ബിൽഡിങ്ങിലാട്ടോ ഇവിടെ ആകെ ഇപ്പോൾ ഉള്ളൊരു എന്താ പറയുക, പണ്ട് കാലത്ത് തന്നെ വന്നിരുന്നൊരു ജൂതൻ എന്ന് പറഞ്ഞ ഒരാൾ ആ ബിൽഡിങ്ങിലുണ്ട്. ഇതിൻ്റെ ടോപ്പിലാണ് കേട്ടോ ആൾ താമസം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിക്കാം. അവിടെ ഒരു സോവനിയർ പോലെ വെച്ച് നിൽക്കുന്നില്ലേ, ആ സോവനിയർ വെച്ച് ചേട്ടൻ്റെ അടുത്ത് കൂടെ കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറേണ്ടത്. പക്ഷേ അവിടെ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്താരും കയറാൻ, പുറത്തുനിന്ന് വരുന്നതിന് കയറാൻ പാടില്ല എന്ന്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങാണെന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരാൾ മാത്രമാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജൂതനായിട്ടുള്ളത്. അല്ലാത്തവരൊക്കെ ഈ ടൂറിസ്റ്റ് പോലെ വന്ന് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരാട്ടോ. അപ്പോൾ നമ്മളൊന്ന് നടന്ന് ഒരു വഴിയായപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. മെയിൻ റോഡിലേക്ക് നടന്നപ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ കമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ കാണാൻ കേട്ടോ. ഒരു പഴയ ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മളൊരു കാപ്പി പറഞ്ഞു. പിന്നെ കാപ്പി അല്ലാണ്ട് ഒരു കോക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ട് ഡച്ച് പാലസിലോട്ട് പോകണം. അപ്പോൾ അത് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് ബ്രേക്കിനായിട്ട് കയറിയതാട്ടോ. ജൂ സ്ട്രീറ്റ് തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങണ അടുത്ത് തന്നെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഈ കമ്പത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഹോട്ടൽ.
നമ്മൾ ഡച്ച് പാലസ് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോട്ടിംഗ് സെൻറ്റർ കാണാം കേട്ടോ. ആ ബോട്ടിംഗ് സെൻറ്റർ കഴിഞ്ഞ വഴിക്ക് വന്ന ഉടനെ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് കേട്ടോ ഈ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഡച്ച് പാലസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് നേരെ പോവാണ് ഡച്ച് പാലസിൻ്റെ അകത്തോട്ട് നോക്കിയിട്ട് കേട്ടോ. നമ്മളിതിപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറുന്ന ഡച്ച് പാലസ് ആണ്. ഇവിടെ ഒരു റൂട്ട് മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഒരു പരിപാടി. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് കാണാം. പോസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ നേരെ അകത്തേക്ക് കിടക്കുകയാണ്. ഡച്ച് പാലസിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ അകത്തുള്ള ഒരു വ്യൂ. അപ്പോൾ കുട്ടികൾ കുറച്ച് പേര് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോവാ കേട്ടോ. ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും തിരക്കുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളിത് നേരെ ഡച്ച് പാലസിൻ്റെ എൻട്രൻസിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് എത്രയെന്ന് ഞാൻ മേലെ കയറിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് വേണം അവിടെ വന്നു കഴിഞ്ഞാൽ കയറാനായിട്ട്. ഇതിനുള്ളിൽ അത്യാവശ്യം ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മളിത് കയറാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. മ്യൂസിയത്തിലേക്ക് കയറണവർക്ക് 5 രൂപ കേട്ടോ എൻട്രൻസ് ഫീസ്. ഇപ്പോൾ ഇത് QR സ്കാൻ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാത്ത പക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ 5 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് കിട്ടും കേട്ടോ. ടൈം സ്ലോട്ട്സ് ഉണ്ട് അവിടെ. മ്യൂസിയം ഹവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ 9 തൊട്ട് 5 മണി വരെ ആട്ടോ മ്യൂസിയത്തിൽ അലോ ചെയ്യുന്നത്. അതേപോലെ ടിക്കറ്റ് 9 AM മുതൽ 4 വരെ കൊടുക്കും കേട്ടോ. 5 രൂപയാണ് ഒരാളുടെ എൻട്രി ഫീസ്. അപ്പോൾ നമ്മളിത് കൊടുത്ത് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഡച്ച് പാലസ് മ്യൂസിയം കണ്ടിറങ്ങിയിരിക്കുക കേട്ടോ. അകത്ത് വീഡിയോഗ്രാഫി അലോ ചെയ്തില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരിടത്ത് പോയി കാണണം കേട്ടോ. അത്രയും പഴയ കാര്യങ്ങളും എന്താ പറയുക ആർട്സ് ഫോം ആയാലും പെയിൻറ്റിങ്സ് ആയാലും എന്തായാലും നല്ല അടിപൊളി രീതിക്കാട്ടോ ചെയ്ത് വെച്ചേക്കണത്. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ആയാലും എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. വരണവർ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ചെറിയൊരു എൻട്രൻസ് ഫീസേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് കൊടുത്ത് കാണുന്നതിൽ ഭയങ്കര വർത്താട്ടോ. പെയിൻറ്റിങ്സും കാര്യങ്ങളും മാത്രമല്ല, ബിൽഡിങ്ങിൻ്റെ ഒരു പഴമ അതേപോലെ ഇരിക്കുന്നു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ച് നേരം അതിൻ്റെ അകത്തായിട്ട് ഇരിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അടുത്തത് വൈപ്പിനിലേക്കാണ് പോകാനുള്ള പ്ലാൻ. അപ്പോൾ അതെങ്ങനെ പോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി പോകുന്ന നോക്കി കാണാം. അപ്പോൾ എങ്ങനെയാണ് പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി പോകട്ടെ. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി പോയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വൈപ്പിൻ പോകാനുള്ള പ്ലാൻ കേട്ടോ. വാട്ടർ മെട്രോ കയറിയിട്ട്. അപ്പോൾ അതിൻ്റെ സമയങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയണം. വാട്ടർ മെട്രോ സമയത്തിന് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് എടുക്കും. അപ്പോൾ വാട്ടർ മെട്രോ കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകണത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞാൻ ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്കാട്ടോ പോകാൻ പോകണത്. അങ്ങനെ ഫോർട്ട് കൊച്ചി വന്ന് ഇറങ്ങിയിരിക്കാം കേട്ടോ. ഫോർട്ട് കൊച്ചിക്ക് വരെ ഞാൻ ഓട്ടോയിലോട്ടോ വന്നത്. 80 രൂപയാണ് ഓട്ടോയ്ക്ക് ആയത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മുടെ മട്ടാഞ്ചേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ വരാൻ. അപ്പോൾ അതേ നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന കേട്ടോ മെട്രോ സ്റ്റേഷൻ, വാട്ടർ മെട്രോ സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കണം വൈപ്പിനിലോട്ട് സർവീസ് ഉണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ വട്ടം ഞാൻ കണ്ട പോലെ എനിക്ക് തോന്നിയിരുന്നു. ആ ഒരു ഊഹം വെച്ചാട്ടോ ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത് ജങ്കാറിൽ കയറി പോകണമെന്നാണ്. അപ്പോൾ വാട്ടർ മെട്രോ സർവീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജങ്കാറിൽ വൈപ്പിനിലേക്ക് പോകും കേട്ടോ. നമുക്ക് വാട്ടർ മെട്രോ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന വാട്ടർ മെട്രോ ഹൈക്കോർട്ടിലേക്ക് പോകണതാട്ടോ ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ജങ്കാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ജങ്കാറ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്നൊരു ജങ്കാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിൻ വരെ ജങ്കാറിനായത് 2 പേർക്ക് എത്രയെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഞെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകാം കേട്ടോ. 2 ആൾക്കും കൂടെ 6 രൂപ കേട്ടോ. ഒരാൾക്ക് 3 രൂപയാണ് ജങ്കാറിനായിട്ടുള്ളൂ. അപ്പോൾ ഈ 3 രൂപയ്ക്ക് ജങ്കാറിന് കയറി കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അപ്പുറത്തെ വൈപ്പിൽ പോയി ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ജങ്കാർ യാത്രയ്ക്കായിട്ട് റെഡി ആയി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് ആൾക്കാരൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഫോർട്ട് കൊച്ചി നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജങ്കാറിൻ്റെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഷെഡ് ഇട്ടതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇപ്പുറത്ത് നിങ്ങൾക്ക് സൈഡിൽ ഇരിക്കാനൊക്കെ ആയിട്ടൊരു സംഭവം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വന്ന് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം ജങ്കാർ വരണവരെ. ഒരിടയ്ക്ക് ഒരു ചെറിയൊരു ബോട്ട് പോലത്തെ ഇത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറിയിരിക്കാം കേട്ടോ. ജങ്കാറിൽ കയറി നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ വ്യൂ രക്ഷയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിവിടെ ഇരിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ജങ്കാർ യാത്ര ഇവിടെ തുടങ്ങാൻ പോവാണ് കേട്ടോ. 5 മിനിറ്റ് ജങ്കാർ ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ആ ഒരു വ്യൂവിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ജങ്കാർ എടുത്തോണ്ടിരിക്കുക കേട്ടോ. വൈപ്പിന് എടുത്തോണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല കേട്ടോ. 5 മിനിറ്റിൽ നമ്മളിത് വൈപ്പിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. വൈപ്പിൻ ജങ്കാറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ടെർമിനസിലേക്ക്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാനാട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അവിടെ ഇറങ്ങിയിട്ട് വേണം നോക്കാനിട്ട്. നമ്മുടെ ബോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ബോട്ടല്ല ജങ്കാർ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജങ്കാറിലൊന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. വൈപ്പിൻ ജങ്കാറിലൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആ കാണുന്ന മെയിൻ റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കണം എങ്ങനെയാണ് പുതുവൈപ്പിലേക്ക് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് പോകാം. വൈപ്പിനും പുതുവൈപ്പിനൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ട് ഇറങ്ങാട്ടോ അങ്ങോട്ട്.
നമ്മൾ വൈപ്പിൻ ബീച്ചിൽ നോക്കി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ബീച്ച് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് എഡ്ജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റാണ് തോന്നുന്നു എനിക്ക് ആ കാണുന്ന വഴി. അപ്പോൾ അവിടേക്ക് ഇതിപ്പോൾ കയറാം. നമ്മൾ പുതുവൈപ്പിൻ നോക്കിയിട്ടാണ് പോകുള്ളൂ. ടൈം ഉണ്ടെങ്കിൽ പുതുവൈപ്പിൻ പോകും, കാരണം ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ഒക്കെ അനുസരിച്ച് നമ്മൾ പുതുവൈപ്പിൻ പോകും. പുതുവൈപ്പിൻ പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാട്ടർ മെട്രോ മിസ് ചെയ്യും കേട്ടോ. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ് കയറി നേരെ നമ്മൾ എറണാകുളത്തേക്ക് ആകുമ്പോൾ ഉണ്ടാവുക. അതൊന്ന് നോക്കണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ബീച്ചിൽ പോണ വഴിക്ക് കയറി നിന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കായലും കടലും കൂടെ ചേർന്നൊരു സ്ഥലം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മളോട് ബീച്ചിലേക്ക് പോകാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് ഈ വഴി കൂടെ അങ്ങനെ നടക്കാം കേട്ടോ ഫ്രണ്ടിലേക്ക്. ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഞാനിപ്പോൾ ഇവർ വന്നിട്ട് അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഒരു സൈഡ് അറ്റ് ടൈം ഈ മരമുള്ളതുകൊണ്ട് നോക്കിയിട്ട് അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. ഇവർ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ പോകണം എന്നാണ് പറഞ്ഞത്. എത്ര ദൂരം ഉണ്ടെന്നറിയില്ല വൈപ്പിൻ ബീച്ചിലേക്ക്. പുതുവൈപ്പിൻ നമ്മൾ നിന്നോടത്തിന് ആ മെട്രോയുടെ തൊട്ട് റൈറ്റ് എടുത്ത് 7 കിലോമീറ്റർ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ വൈപ്പിൻ ബീച്ചിലേക്ക് നടക്കുകയാണ്. അധികം പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ബീച്ചിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെയാണ് ബീച്ച് തോന്നുന്നു. നമ്മളതിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഈ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചത്. ഇതൊക്കെ തന്നെയാട്ടോ അങ്ങോട്ടുള്ള വഴികൾ. ബാക്കി ലക്ഷദ്വീപിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്ന ഷിപ്പാട്ടോ അത്, MV ലഗൂൺസിൻ്റെ. അത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. ക്രൂസ് ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഷിപ്പാണിത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് പോയി എത്തുന്നതായിരിക്കും. വൈപ്പിൻ്റെ അങ്ങോട്ട് നമ്മുടെ ടെർമിനൽസിന് അങ്ങോട്ട് പോകട്ടെ അത്. അപ്പോൾ അതിപ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ബീച്ച് വരുന്നത് കേട്ടോ. ഓപ്പൺ ബീച്ച് കുറച്ചുകൂടെ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓപ്പൺ ബീച്ച് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ നോക്കിയിട്ട് സമയം അനുസരിച്ച് നമുക്ക് പുതുവൈപ്പിൻ പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പോയിരിക്കും. പുതുവൈപ്പിൻ പ്ലാൻസ് നമ്മൾ ക്യാൻസലാക്കി കേട്ടോ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ പോയിട്ട് കുറച്ച് ടൈം എടുത്ത് നമുക്ക് തിരിച്ചു വരാൻ. പിന്നെ അവിടെ പോയാൽ ഭയങ്കര ചിലവാണ്. ബസ്സൊക്കെ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഫുള്ള് ഓട്ടോ പിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വൈപ്പിൻ ബീച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ട് അറ്റം വരെയൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് ഇവിടെ നിന്ന് തന്നെ നമ്മൾ വാട്ടർ മെട്രോ വഴി ഹൈക്കോട്ട് പോകാനുള്ളൊരു പ്ലാനായിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കാണുന്ന വ്യൂ ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ. ഇതൊക്കെയാണ് വൈപ്പിൻ ബീച്ചിൻ്റെ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ഓപ്പൺ ബീച്ചിലേക്ക് ഇപ്പോൾ എത്തും കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ നടന്നെത്തും. അങ്ങനെ നമ്മൾ നടന്ന് ഓപ്പൺ ബീച്ചിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ ഒന്നും അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡ് അങ്ങനെയൊക്കെ വന്നിരിക്കുക. ഇവിടെ മീൻ പിടിക്കാൻ ആൾക്കാരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കപ്പലിൻ്റെ സ്പോട്ടിങ് കിട്ടും കേട്ടോ. ഇപ്പം തന്നെ നമുക്കൊരു MV ലഗൂൺ കിട്ടിയിരുന്നു കുറച്ച് മുന്നേ. ലക്ഷദ്വീപിൽ നിന്നൊക്കെ വരണത് നേരെ കയറി ഇങ്ങനെ കേട്ടോ പോകണത്. അപ്പോൾ ഇവിടെ നിന്നാണ് കടലിലോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഓപ്പൺ ബീച്ച് തന്നെയാണ്. അവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ ആ അറ്റം കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്ലാൻ എന്നറിയില്ല. പിന്നത്തെ ഞാൻ നോക്കിയിട്ട് പറയാം. ഒന്ന് ഇന്ന് ആലോചിക്കണം പുതുവൈപ്പിൻ പോകണോ വേണ്ടോ എന്നുള്ളത്. തിരിച്ചെങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അറ്റത്ത് തിരിക്കുക കേട്ടോ. ഈ കാണുന്നതാണ് ഓപ്പൺ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അപ്പുറത്തെ സൈഡിലൊരു എന്താ പറയുക, ഒരു കായൽ പോലെ ഒരു സംഭവം ഫോമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ. ഞാൻ ഈ താഴെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആ സൈഡൊന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഞാനതൊന്ന് അവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് പോയി കാണിച്ചു തരാം. എന്താ സംഭവം നമുക്കൊന്ന് നോക്കട്ടോ. ഇവിടെ കടലിങ്ങനെ പോയിരിക്കണത് കേട്ടോ. ഇതിങ്ങനെ ഒരു മുൾക്കാട് പോലെ, മാംഗ്രൂവ് പോലെ പോയിരിക്കുക കേട്ടോ. മുൾക്കാടുകളുടെ ഉള്ളിൽ കൂടെ പോയില്ലേ, അങ്ങനെ ഒരു വാട്ടർ വേ പോലെ അങ്ങനെ പോയിരിക്കുക കേട്ടോ. ഇതിവിടെ കഴിയാണ് നമ്മുടെ ബീച്ച്. ഇതിപ്പോൾ കടലിലെ വെള്ളം അങ്ങനെ പോണതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വൈപ്പിൻ ബീച്ചിൽ കാണാനുള്ളത് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടാം കേട്ടോ. വന്നിരിക്കാനും സമയം പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല ബീച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. സൺസെറ്റിൻ്റെ സമയം വരെ നമ്മളിവിടെ നിൽക്കണില്ല. ഇപ്പോൾ നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ ഇനി എന്താ പ്ലാൻ എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. എങ്ങനെയാണ് നമ്മൾ പുതുവൈപ്പിൻ പോവോ ഇല്ലോ എന്നുള്ളതൊക്കെ ഞാൻ ഒന്ന് പോയിട്ടൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അപ്പം നമ്മളിനി പുതുവൈപ്പിൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ നേരെ ഇവിടുത്തെ വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് നേരെ നമ്മൾ ഹൈക്കോട്ട് പോയി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് ഇരുന്ന് സെറ്റായതിനു ശേഷം നമ്മൾ പതുക്കെ ഒന്ന് ഫുഡ് അടിക്കാനുള്ളൊരു പ്ലാനുണ്ട്. അവിടെ ചെറിയൊരു സംഭവം ഞാൻ കണ്ടു. അത് പോകാൻ പറ്റുമോ നോക്കട്ടെ. അത് പോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം നിങ്ങൾക്ക് അത് സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാം. പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബാക്കിയിൽ ഞാൻ അവിടെ പോയിട്ട് പറയാം. വാട്ടർ മെട്രോ എങ്ങനെ ഏത് ടൈമിലാണ് കിട്ടണേ, വാട്ടർ മെട്രോയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഹൈക്കോട്ട് എത്തുന്ന ഓരോ കാഴ്ചകൾ കാണാം. എന്നിട്ട് അവിടെ നമുക്ക് ആ പ്ലാൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൂടെ കവർ ചെയ്തിട്ട് നിർത്തും. അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യും. ഇതാണ് കേട്ടോ വൈപ്പിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇതാണ് ജങ്കാറിൻ്റെ സ്ഥലം.
അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ. നമ്മളിപ്പോൾ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ പോകാം കേട്ടോ വൈപ്പിൻ്റെ. ഇവിടെ കയറിയിട്ട് നമുക്ക് ഹൈക്കോർട്ടിലേക്കുള്ള വാട്ടർ മെട്രോ എത്ര മണിക്കാണ് നോക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങളോട് ബാക്കിയുള്ളത് പറയാം. നമ്മളിതേ വന്ന് കയറുകയാണ് വാട്ടർ മെട്രോൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ നമ്മൾ പോവാട്ടോ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോകണം. അപ്പോൾ വൈപ്പിനിൽ നിന്ന് വാട്ടർ മെട്രോ എടുത്താണ് പോണത്. അപ്പോൾ ഒരാൾക്ക് 40 രൂപ കേട്ടോ വൈപ്പിൻ ടു ഹൈക്കോടതി ജംഗ്ഷൻ വരെ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ വെയിറ്റ് ചെയ്യണം. 5:20 അടുത്ത വാട്ടർ മെട്രോ ഉള്ളത്. അപ്പോൾ 5 മണിയാകുമ്പോൾ നമുക്ക് ടിക്കറ്റ് തന്നു കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ആൾക്കാർ വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈക്കോടതി മെട്രോ വാട്ടർ മെട്രോയിൽ ഒന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഹൈക്കോടതി വാട്ടർ മെട്രോയിൽ ഇറങ്ങിയിട്ട് ഞാനൊരു പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതൊരു ഓൾഡ് റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ. അത് നമുക്ക് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മറൈൻ ഡ്രൈവിൽ വെച്ച് വീഡിയോ നിർത്താം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് തിരിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ ട്രെയിൻ 40-നാണ് മറൈൻ ഡ്രൈവിൽ നമ്മൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ പതിയെ അപ്പോൾ രാവിലെ തുടങ്ങിയ ഒരു കൊച്ചി എക്സ്പ്ലോറിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു കൊച്ചി ചുറ്റിക്കറക്കം വീഡിയോ ഞാനിത് അവിടെ മറൈൻ ഡ്രൈവിലൊന്ന് എൻ്റെ ഇരിക്കാം കേട്ടോ. വൈപ്പിനിൽ നിന്ന് ഞാൻ ഒരു 5 മണി അറൗണ്ട് 5:20 കയറി വാട്ടർ മെട്രോയിൽ കയറി ഒരു 5:45 ആകുമ്പോൾ ഇവിടെ വന്നിറങ്ങി ഒന്ന് കുറച്ച് നേരം അകത്തൊക്കെ ഇരുന്ന് ഒരു 6 മണിയാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്ന് കൊച്ചി നമ്മൾ വന്നു. നമ്മൾ ഇവിടെ പോയി മട്ടാഞ്ചേരി പോയി ജൂസ് സ്ട്രീറ്റ് നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വൈപ്പിൻ വന്നു, ജങ്കാറ് കയറി, അതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വൈപ്പിന് നമ്മൾ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.